നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ പൂർണ്ണമായും സമാധാനത്തിന്റെ പാതയിലായോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. രക്തകലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യ നിലനിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധമുഖം അവിടെ തുറക്കപ്പെടാം. ഇറാനിൽ സ്ഥിതിഗതികൾ അല്പം മെച്ചപ്പെടുത്തുമെന്നാണ് അവിടെ നിന്ന് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന ചില വാർത്തകൾ കാണുമ്പോൾ തോന്നുന്നത്. സൈനിക നടപടിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. പ്രക്ഷോഭകരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കില്ലെന്നും സാമ്പത്തിക പ്രതിസന്ധിയിൽ എല്ലാവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ അധികൃതരും പറയുന്നുണ്ട്. പക്ഷേ ട്രംപ് പറയുന്നതൊന്നും പൂർണ്ണ വിശ്വാസത്തിൽ എടുക്കാനാകില്ല. ഇത്രയും അപ്രവചനീയമായ US പ്രസിഡന്റ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പറഞ്ഞതല്ല അടുത്ത നിമിഷം പറയുക. തന്റെ ലക്ഷ്യം പൂർത്തീകരണത്തിനായി ഏത് വഴിയും സ്വീകരിക്കും. ശുഭാപ്തി വിശ്വാസത്തിന്റെ എല്ലാ സാധ്യതകളെയും തല്ലിക്കെടുത്തിയാണ് ട്രംപിസം കുതിക്കുന്നത്. USS എബ്രഹാം ലിങ്കൺ എന്ന കൂറ്റൻ വിമാനവാഹിനി കപ്പൽ ദക്ഷിണ ചൈന കടലിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നുവെന്ന വാർത്ത ആക്രമണ ഭീതി ഒഴിഞ്ഞുവെന്ന ആശ്വാസത്തെ കെടുത്തിക്കളയുന്നുണ്ട്. അത്യാഹിതങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ലെന്ന സൂചന നൽകി വ്യോമപാത തുറക്കാൻ ഇറാൻ തയ്യാറായി എന്നതും ആശ്വാസകരമാണ്. അപ്പോഴും അടിത്തട്ട് പ്രക്ഷുബ്ധം തന്നെയാണ്. അതൃപ്ത ജനത അത്ര പെട്ടെന്ന് പിൻവാങ്ങില്ല. അവരനുഭവിക്കുന്ന സാമ്പത്തിക ദുരന്തം ഒരു യാഥാർത്ഥ്യമാണ്. പലതരത്തിലുള്ള തീരുവ ഭീഷണി ഇതിനോടകം ട്രംപ് ഇറാനുമേൽ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ അതൃപ്തിയെ ആളിക്കത്തിക്കാനും ഭരണമാറ്റത്തിന്റെ വ്യാമോഹം കുത്തിവെക്കാനും സാമ്രാജ്യത്വ ശക്തികൾ നടത്തിയ കുതന്ത്രങ്ങളെയും യഥാർത്ഥ പ്രതിസന്ധികളെയും വേർതിരിച്ചു തന്നെ മനസ്സിലാക്കണം. ട്രംപിന്റെ എല്ലാ നീക്കങ്ങളും നല്ല ഉദ്ദേശത്തോടെയല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അടിച്ചമർത്തിയും കൊന്നുതള്ളിയും പ്രക്ഷോഭം അവസാനിപ്പിക്കാമെന്ന നിലപാടിൽ നിന്ന് സംഭാഷണത്തിന്റെയും തിരുത്തലുകളുടെയും പാതയിലേക്ക് ഇറാൻ നേതൃത്വം വന്നു എന്നതാണ് ഏറ്റവും പുതിയ കാഴ്ച. കാരണം ഇത്തവണ അത് ഒരു തരത്തിലും ഇറാനെ അടിച്ചമർത്താനായിട്ട് സാധിച്ചില്ല. കാരണം ഓരോ ദിവസം കഴിയും തോറും പ്രക്ഷോഭകരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അവർ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനായി വലിയ പോരാട്ടം തന്നെയാണ് തെരുവുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമനേയി നടത്തിയ ഒരു പ്രസംഗമാണ്. അത് വീണ്ടും ഒരു നേരിട്ടുള്ള വെല്ലുവിളിയാണോ എന്നൊരു സംശയം ഉയരുന്നു. ശനിയാഴ്ച നടന്ന ഒരു യോഗത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒരു കുറ്റവാളി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് തന്റെ പ്രസംഗം തുടങ്ങിയത്. ഇറാനിൽ 2 ആഴ്ചയിലേറെയായി തുടരുന്ന സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങൾക്കും ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനും പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ആരോപിച്ചു. ആഭ്യന്തര കലാപം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധികളിലേക്കും യുദ്ധഭീതിയിലേക്കും നീങ്ങുന്നതിനിടെ ഖമേനിയുടെ പുതിയ പ്രസ്താവനകളും US-ഇസ്രായേൽ സഖ്യത്തിനെതിരെയുള്ള യുദ്ധഭീഷണികളും പശ്ചിമേഷ്യയിൽ കടുത്ത അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രക്ഷോഭകാരികളെ നേരിട്ട് പ്രോത്സാഹിപ്പിച്ചത് ട്രംപാണെന്നും കുറ്റപ്പെടുത്തി. ഇറാൻ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് താൽപര്യപ്പെടുന്നില്ലെങ്കിലും കുറ്റവാളികളെ വെറുതെ വിടില്ലെന്ന് ഖമേനി മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതായത് IRGC US സേനയ്ക്കെതിരെ കടുത്ത ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഖത്തറിലെ ഒരു ഹോട്ടലിൽ കഴിയുന്ന മുതിർന്ന അമേരിക്കൻ കമാൻഡർമാരുടെ വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഏത് നിമിഷവും ആക്രമണം പ്രതീക്ഷിക്കാമെന്നാണ് IRGCയുടെ ബന്ധപ്പെട്ട ടെലിഗ്രാം ചാനലുകൾ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അൽ ഉദൈദ് ബേസിൽ നിന്നും ദോഹയിലെ ഷെറാട്ടൺ ഹോട്ടലിലേക്ക് ഭീകരവാദികളായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡിലെ കമാൻഡർമാരെയും ഓഫീസർമാരെയും വിചിത്രമായി മാറ്റിയതും ഓപ്പറേഷൻസ് റൂം ഈ ഹോട്ടലിലേക്ക് മാറ്റിയതും ഇറാനിയൻ പ്രദേശത്തിനെതിരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ സായുധ സേനയുടെ നിർണായകവും ശക്തവുമായ പ്രതികരണത്തിൽ നിന്ന് അവരെ ഒരു തരത്തിലും സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ സെന്റർ മീഡിയ എന്ന ചാനൽ പുറത്തിറക്കിയ ഫോട്ടോയും അടിക്കുറിപ്പും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു തരത്തിൽ ഇറാന് നേരെ ഒരു ആക്രമണം സംഭവിച്ചാൽ ദോഹയിലെ ഈ സൈനികർ താമസിക്കുന്ന ഹോട്ടൽ തകർക്കുമെന്നുള്ള നേരിട്ടുള്ള ഭീഷണിയാണ് ഇപ്പോൾ ഇറാൻ മുഴക്കിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ പല സൈനിക താവളങ്ങളിൽ നിന്ന് US സൈനികരെ ഒഴിപ്പിച്ചു. സാമ്പത്തിക തകർച്ചയിലും കറൻസിയുടെ മൂല്യ തകർച്ചയിലും പ്രതിഷേധിച്ച് ഡിസംബർ അവസാനം ആരംഭിച്ച സമരം ഇപ്പോൾ ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള വലിയ പ്രക്ഷോഭമായി മാറിയിരിക്കുന്നു. മനുഷ്യാവകാശ സംഘടനകളുടെ
കണക്കുകൾ പ്രകാരം 3400-ലധികം ആളുകൾ സുരക്ഷാ സേനയുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. പ്രക്ഷോഭകാരികളെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ അത് സൈനിക നീക്കത്തിന് കാരണമാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും നിലവിൽ സാഹചര്യം വഷളായി തന്നെ തുടരുകയാണ്. ഇറാനിലെ നാടുകടത്തപ്പെട്ട രാജകുമാരൻ റസ പഹ്ലവി കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. ഇറാന്റെ കമാൻഡ് ഘടന തകർക്കാൻ സെക്യൂരിറ്റി ഫോഴ്സുകൾക്ക് നേരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ അദ്ദേഹം ട്രംപിനോട് ആവശ്യപ്പെട്ടു. ഇറാന്റെ നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കണമെന്നും സ്റ്റാർലിങ്ക് വഴി രാജ്യത്തെ ഇന്റർനെറ്റ് ഉപരോധം മറികടക്കാൻ സഹായിക്കണമെന്നും അദ്ദേഹം ആഗോള സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ പ്രതിഷേധിച്ച് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നീ രാജ്യങ്ങൾ ഇറാൻ അംബാസഡർമാരെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചു. അതേസമയം മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു വിമാനവാഹിനി കപ്പൽ അടക്കമുള്ള കൂടുതൽ സൈനിക ആസ്തികൾ വിന്യസിക്കാനും അമേരിക്ക ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. നോർവേ ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടനയായ ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് 3428 പ്രക്ഷോഭകരെ സുരക്ഷാ സേന കൊലപ്പെടുത്തിയതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ സംഖ്യ ഇതിനേക്കാളും വളരെ കൂടുതലായിരിക്കാമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. മറ്റു കണക്കുകൾ പ്രകാരം മരണസംഖ്യ 5000 മുതൽ കൂടുതലാണ്, ഒരുപക്ഷെ 20,000 വരെ. ഇന്റർനെറ്റ് നിരോധനം സ്വതന്ത്രമായ പരിശോധനകളെ ഗണ്യമായി പരിമിതപ്പെടുത്തുന്നതായി പറഞ്ഞു. ഇറാൻ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയതിലെ മരണസംഖ്യ കുറഞ്ഞത് 3000 ഉയർന്നതായും അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നു. സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ കൈവിട്ട കളിക്ക് നിൽക്കരുതെന്നാണ് ട്രംപിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. യുഎസിന്റെയും ഇസ്രായേലിന്റെയും നേരിട്ടുള്ള ആക്രമണം 8 മാസങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച ഇറാൻ ആ അനുഭവത്തിന്റെ കരുത്തിലാണ് ഇരിക്കുന്നത്. ഇസ്രായേൽ നടത്തിയ നേരിട്ടുള്ള ചാരന്മാരെ വെച്ചുള്ളതായ ആക്രമണത്തെയും ഇറാൻ അതിജീവിച്ചു. വലിയ നഷ്ടങ്ങൾ അവരുടെ സൈനിക സംവിധാനത്തെ കൂടുതൽ ജാഗ്രതയാക്കിയിട്ടുണ്ട്. ഈ ആത്മവിശ്വാസത്തിലാണ് സമാധാനമെങ്കിൽ സമാധാനം, യുദ്ധമെങ്കിൽ യുദ്ധമെന്ന് അവർ പ്രഖ്യാപിക്കുന്നത്. വെനസ്വലയിൽ കടന്നു കയറിയ പോലെ എളുപ്പമാകില്ല കാര്യങ്ങളെന്ന ബോധ്യം ട്രംപിനുള്ളത് കൊണ്ടുകൂടിയാണ് ഒരു പിന്നോട്ടടി ഉണ്ടായിരിക്കുന്നത്. ജൂണിൽ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോഴും 2020 ജനറൽ ഖാസിം സുലൈമാനിയെ വകവരുത്തിയപ്പോഴും പ്രതീകാത്മകമായി മാത്രമാണ് ഇറാൻ പ്രതികരിച്ചത്. അയത്തുള്ള അലി ഖമനേയി ലക്ഷ്യമിട്ടാൽ അതായിരിക്കില്ല ഉണ്ടാകുക, ആത്യന്തിക ഏറ്റുമുട്ടൽ ഉണ്ടാകും. യുഎസിന് ഏറ്റവും വലിയ ബാധ്യതയാകുന്ന യുദ്ധമാകും അത്. ഇറാനിലെ പ്രക്ഷോഭം അവസാനിച്ചാൽ എല്ലാം ശാന്തമാകുമോ? ഊരിയ വാൾ ട്രംപ് ഉറയിലിടുമോ? ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം. പെട്രോ വിഭവങ്ങൾക്ക് മേൽ നിയന്ത്രണം ഉറപ്പിക്കുകയും അതിന്റെ വിപണനം ഡോളറിൽ ഉറപ്പിച്ചു നിർത്തുകയും അതുവഴി ഡോളറിന്റെ സർവാധിപത്യം നിലനിർത്തുകയുമാണ് ട്രംപ് ചെയ്യുന്നതെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പ്രബലമായുള്ളത്. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള ഭൗമരാഷ്ട്രീയ താല്പര്യങ്ങൾ ഈ നടപടിക്ക് പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ശാന്തമായാലും പിന്നെയും സ്ഥിതി സങ്കീർണമാക്കി അധിനിവേശ യുക്തികളിലേക്ക് ട്രംപ് നീങ്ങുമെന്ന് പറയുന്നത്.